പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല. ഞാനിത് കത്തിക്കാറില്ല. അതെന്താ? ഒരു സ്റ്റൈലാണ്. വലിയ നിർത്തിയതാ, പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാൻ മടി. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. ഗുഡ്. സിനിമകൾ യുവതലമുറയെ പലതരത്തിൽ വഴിതെറ്റിക്കുന്നു എന്ന വിമർശനം നമ്മുടെ സമൂഹത്തിൽ ശക്തമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ രാവണപ്രഭു എന്ന ചിത്രത്തിൽ തൻ്റെ പുകവലിശീലം ഉപേക്ഷിച്ചതിനെ എത്ര മനോഹരമായാണ് മലയാളത്തിൻ്റെ മഹാനടൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പൊതു ഇടങ്ങളിലും വീടുകളിലും പുകവലിക്കാർ വലിച്ചു തള്ളുന്ന പുക കൊണ്ട് പ്രതികരിക്കാനാവാതെ തീരാ രോഗികളായി തീരുന്ന ഒരു വിഭാഗമുണ്ട്, നമ്മുടെ കുട്ടികൾ. പാസീവ് സ്മോക്കിംഗ് എന്നും സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്നും അറിയപ്പെടുന്ന ഇത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങളെപ്പറ്റി, ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ നഗ്നമായ ലംഘനമായ ഇക്കാര്യത്തിൽ ഭരണകൂടങ്ങൾ നടത്തുന്ന ദുർബലമായ ഇടപെടലുകളെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ശ്രീജിത്ത് നരേന്ദ്രൻ ത്രൂ ഫിയർലെസ് ഫാക്ട്സ്. ലോകത്തിൽ പുകയില ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ വാർഷിക പുകയില ഉൽപ്പാദനം 8 ലക്ഷം ടണ്ണും വിപണി 27 ലക്ഷം കോടി രൂപയുടേതുമാണ്. ഇന്ത്യൻ ജനസംഖ്യയിലെ 27 ദശലക്ഷം പേർ ഏതെങ്കിലും തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഓരോ വർഷവും 9 ലക്ഷം ഇന്ത്യക്കാർ സിഗരറ്റ് വലിക്കുന്നത് മൂലമുള്ള അസുഖങ്ങളാൽ മരണപ്പെടുന്നു. ഇതിൽ 1 ലക്ഷം പേർ പാസീവ് സ്മോക്കിങ്ങിന്റെ ഇരകളാണ്. അതായത് 9-ൽ ഒരാൾ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ മരണപ്പെടുന്നു. ഇതിൽ നല്ലൊരു ശതമാനം കുട്ടികളാണ് എന്നത് നമ്മെ അസ്വസ്ഥരാക്കുന്നതാണ്. പുകവലിക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് തള്ളിവിടുന്ന പുക ശരീരത്തിന് ഹാനികരമായ 4000-ലധികം രാസവസ്തുക്കളുടെ മിശ്രിതമാണ്. ഇതിൽ തന്നെ വിവിധ തരം ക്യാൻസറുകൾക്ക് കാരണമായ 60-ലധികം കാർസിനോജനുകൾ അടങ്ങിയിട്ടുണ്ട്. ഗർഭിണികൾ പുകവലിക്കുകയോ സിഗരറ്റ് പുക ശ്വസിക്കുകയോ ചെയ്താൽ അത് ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവന് തന്നെ ആപത്താണ്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉറക്കത്തിലോ മറ്റോ പെട്ടെന്ന് മരണപ്പെടുന്ന സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം അല്ലെങ്കിൽ ക്രിബ് ഡെത്തിന് പ്രധാനപ്പെട്ട കാരണം സിഗരറ്റ് പുക ശ്വസിക്കുന്നതാണ്. കുട്ടികളുടെ ശ്വാസകോശമടക്കമുള്ള അവയവങ്ങൾ വളർച്ചാഘട്ടത്തിലായതിനാലും വിഷവസ്തുക്കളോട് ശരീരം പെട്ടെന്ന് പ്രതികരിക്കും എന്നതിനാലും ചെറിയ അളവിലുള്ള സിഗരറ്റ് പുക പോലും അവരിൽ ആസ്മ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, കേൾവിശക്തി വരെ നഷ്ടപ്പെട്ടു പോകുന്ന അണുബാധയായ ഒട്ടൈറ്റിസ് മീഡിയ എന്നിവയ്ക്കും അധികമായി ശ്വസിക്കുന്നത് ശ്വാസകോശ അർബുദത്തിനും കാരണമാകുന്നു. അതോടൊപ്പം പുകവലി സാഹചര്യങ്ങൾ വളരുന്ന കുട്ടികൾ പുകവലിക്കാരാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ ആരോഗ്യത്തോടെ വളരുവാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ ഭരണഘടന അവർക്ക് ഉറപ്പു നൽകുന്നതുമാണ്. എന്നാൽ 2003-ൽ പാർലമെന്റ് പാസാക്കിയ കോട്ട്ബ എന്നറിയപ്പെടുന്ന സിഗരറ്റ് ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്ന തട്ടിക്കൂട്ട് നിയമവും സിനിമാ തിയേറ്ററുകളിലെ അറുബോറൻ ബോധവൽക്കരണ പരസ്യവും സിഗരറ്റ് പാക്കറ്റിലെ വൃത്തികെട്ട ചിത്രവുമല്ലാതെ ഈ വിപത്തിനെ തടുക്കുവാൻ നമ്മുടെ സർക്കാരുകൾ എന്താണ് ചെയ്യുന്നത്? കോട്ട്ബ ആക്ടിലെ 4-6 വകുപ്പുകൾ പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുകയോ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ നൽകുകയോ ചെയ്താൽ 200 രൂപ മാത്രമാണ് പിഴ. പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇത്രയും ഉദാരമാക്കുവാൻ കാരണമെന്ത്? ഇന്ത്യയുടെ മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ 2.4% പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നികുതിയാണ്. ഈ ഇനത്തിൽ മാത്രം കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ പിരിച്ചെടുത്തത് 75,000 കോടി രൂപയാണ്. ഇതിൽ നിന്നും പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ നൽകിയത് 50 കോടി രൂപയിൽ താഴെ മാത്രമാണ്. 147 കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യം സിഗരറ്റ് കമ്പനികളുടെ വലിയൊരു വിപണിയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ കമ്പനികൾക്ക് എല്ലാവിധ സഹായവും സഹകരണവും ചെയ്തു വരുന്നു. ടാക്സ് ഇനത്തിൽ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ഷൻ ഫണ്ട് അടക്കം കോടിക്കണക്കിന് രൂപയാണ് ഈ കുത്തക ഭീമന്മാർ നൽകുന്നത്. ഭരണഘടനയുടെ 21 അനുച്ഛേദ പ്രകാരം ജീവിക്കാനുള്ള അവകാശം മൗലികാവകാശമായ ഒരു രാജ്യത്താണ് നമ്മുടെ കുട്ടികൾ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ മരണപ്പെടുകയോ തീരാ രോഗികളായി തീരുകയോ ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ പുകവലിക്കാതിരിക്കുക. നമ്മുടെ കുട്ടികളെ പുകവലിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക. അവരെ നല്ല മാനസിക, ശാരീരിക ആരോഗ്യമുള്ളവരായി വളർത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക.